അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ യാ റബ്ബനാ ലകൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കാനിടയായി. ആ പ്രഭാഷണത്തെ സംബന്ധിച്ച് ഒന്ന് പ്രതികരിക്കാതിരിക്കാൻ വയ്യ. പ്രസംഗത്തിൽ പറയുന്നത്, പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തെ സംബന്ധിച്ചാണ് എന്ന് മാത്രമല്ല, ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് കാണിക്കേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, അതിനുള്ള പ്രതിഫലങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിതമെന്ന് പറയുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ഒട്ടേറെ കടമകളുണ്ട്. അത് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഈ ഉസ്താദ് പറയുന്ന, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ പലതും ഇസ്ലാമിന് അന്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം പറയുകയാണ്, 40 വയസ്സിൽ താഴെയുള്ള ഒരാള്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 3 വയസ്സുള്ള പുന്നാരമോനുമായിട്ട് ഖബർ സിയാറത്തിൻ്റെ വേളയിൽ തൻ്റെ മരണപ്പെട്ടു പോയ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നും ഭാര്യയെ സ്വപ്നത്തിൽ കാണുകയും ഭാര്യയോട് സംസാരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുതരം സ്നേഹത്തിൻ്റെ പാരമ്യതയിലെത്തിയിട്ടുള്ള അവസ്ഥ അതിങ്ങനെ പറയുകയാണ്. അതാണ് യഥാർത്ഥ സ്നേഹം. ആ വ്യക്തി രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് മക്കളെ സ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ആവേശത്തിലേക്ക്, സ്നേഹത്തിൻ്റെ വിസ്മയകരമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ് അദ്ദേഹം. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെയും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയുടെയും വെളിച്ചത്തിൽ പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സ്വഹാബത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ രീതി എന്ന് പറയുന്നത്, ഒരാൾ ഭാര്യയില്ലാതെ കഴിച്ചു കൂട്ടുക എന്നുള്ളത് ശരിയല്ല. അയാൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ഒരു സ്ത്രീയെ പോറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ, തൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ശേഷം രണ്ടാമതൊരു കല്യാണം കഴിക്കുകയാണ് വേണ്ടത്. മരണപ്പെട്ടു പോയ ഭാര്യയോടുള്ള സ്നേഹം കാരണം വിഭാര്യനായി കഴിയുക എന്നുള്ളത് ശരിയല്ല. കാരണം അള്ളാഹുവിൻ്റെ ഹബീബായ റസൂല് പഠിപ്പിക്കുന്നത് അന്നിക്കാഹു മിൻ സുന്നത്തി, വിവാഹം എന്ന് പറയുന്നത് എൻ്റെ ചര്യയിൽപ്പെട്ടതാകുന്നു എന്നുള്ളതാണ്. എന്നിട്ട് സഹോദരങ്ങളെ, ആ മുസ്ലിയാർ പറയുന്നു എന്താണെന്നോ, ഒരിക്കല് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവരെ കല്യാണശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ ചെല്ലുകയാണ്. ആ സന്ദർഭത്തിലതാ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈ അവിടുന്ന് അധ്വാനിച്ച് കൈ തഴമ്പുകൾ കൊണ്ട്, വേദന കൊണ്ട് പുളയുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, എന്താണെന്നോ, ഫാത്തിമ തൻ്റെ ഭർത്താവിന് അധ്വാനിക്കുന്ന, ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന, ചോറ് വെക്കുന്ന
അങ്ങനെ അടുക്കളയിൽ ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് വിയർപ്പൊലിക്കുകയും അത് നിലത്തേക്ക് വീഴുകയും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം എന്താണെന്നറിയുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ചോറ് വെക്കുന്ന ഒരു പെണ്ണ് ആ സന്ദർഭത്തിൽ ആ വിയർപ്പ് തുടച്ചു കളയാൻ വേണ്ടി പാടില്ലാതെ നിലത്തേക്ക് വീഴുകയാണെങ്കിൽ അതിന് വമ്പിച്ച പ്രതിഫലമുണ്ടെന്ന് പറയുന്നു. അപ്പം അങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? ഒരു വ്യാജ ഹദീസ് പ്രിയമുള്ളവരെ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചില കിതാബുകളിൽ കാണാം, മാമിനിംറഅത്തിൻ തഹനത് ബിയദൈഹാ ഇല്ലാ കതബല്ലാഹു ലഹാ ബികുല്ലി ഹബ്ബത്തിൻ ഹസന വമഹാ അൻഹാ ബികുല്ലി ഹബ്ബത്തിൻ സയ്യിആ. ഏതൊരു സ്ത്രീയാകട്ടെ 2 കൈകൾ കൊണ്ട് അവൾ ആ ധാന്യമണി പൊടിച്ചു, അത് ആ അരി പൊടിക്കുകയും അതുപോലെ ധാന്യമണി പൊടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓരോ മണിക്കും ഓരോ ധാന്യമണിക്കും പ്രതിഫലമുണ്ട്, നന്മ രേഖപ്പെടുത്തും, ഓരോ തിന്മയും മായ്ക്കപ്പെടുകയും ചെയ്യും. മാമിനിംറഅത്തിൻ, നബി പറയാണ്, ഫാത്തിമയോട് പറയാണ്, യാ ഫാത്തിമ മാമിനിംറഅത്തിൻ അറക്കത്ത് ഇൻദ ഖുബ്സിഹാ, റൊട്ടിയുണ്ടാക്കിയിട്ട് വയർപ്പുണ്ടാകുന്ന ഒരു പെണ്ണ്, റൊട്ടിയുണ്ടാക്കിയിട്ട് വയർത്തൊലിക്കുന്ന ഒരു സ്ത്രീ, ഇല്ലാ ജഅലല്ലാഹു ബൈനഹാ വ ബൈന ജഹന്നം സബ്അത ഖനാദിക മിർ റഹ്മാ. അതായത് ഇതിനെയാണ് മുസ്ലിയാർ ഉസ്താദ് ചോറുണ്ടാക്കിയിട്ട് വയർപ്പ് ഉണ്ടാകുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് അല്ലാഹു തആല ഖന്തക്കുകൾ, അവളുടെയും നരകത്തിൻ്റെയും ഇടയിൽ 7 ഖന്തക്കുകൾ, 7 കടങ്ങുകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അവൾക്ക് നരകത്തിലേക്ക് അവൾ പോകൂല എന്നർത്ഥം. പ്രിയമുള്ളവരെ, ഇതിൽ വന്നിട്ടുള്ളത് മാമിനിംറഅത്തിൻ അറക്കത്ത് ഇൻദ ഖുബ്സിഹാ, അവൾ റൊട്ടിയുണ്ടാക്കുമ്പോൾ വയർപ്പൊലിക്കുന്ന ആ സ്ത്രീ, അവൾക്ക് അവളുടെയും നരകത്തിൻ്റെയും ഇടയിൽ സബ്അത ഖനാദിക്ക് 7 കടങ്ങുകൾ ഉണ്ടാക്കപ്പെടുമെന്നാണ്. മറ്റൊരു ഹദീസിൽ വീണ്ടും പറയുന്നു, യാ ഫാത്തിമ മാമിനിംറഅത്തിൻ ഗസ്സലത്ത് ഖിദ്റഹാ, ഏതെങ്കിലും ഒരു സ്ത്രീ തൻ്റെ വീട്ടിലെ പാത്രം കഴുകിക്കൊണ്ട് ആ പാത്രം കഴുകുമ്പോൾ അവളുടെ പാപങ്ങളും തിന്മകളുമൊക്കെ അള്ളാഹു അതാ കഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ വീട്ടിൽ നൂല് തുന്നുന്ന, കീറിയ വസ്ത്രങ്ങൾ തുന്നുന്നതിൻ്റെ പ്രതിഫലം അങ്ങനെ ഓരോന്നായിട്ട് പറയുകയാ. പ്രിയമുള്ളവരെ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ഈ കാര്യങ്ങൾ പറയുകയാണെന്നാണ്. എന്നാൽ ഈ ഹദീസിനെ സംബന്ധിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നു എന്താണെന്നോ, മഹാനായിട്ടുള്ള അബ്ദുറഹ്മാൻ സഹീം എന്ന് പറയുന്ന മഹാനവറുകൾ പറയുന്നു, ഹാദാ മിൻ അഹാദീസിർ റവാഫിളി, ഇത് റാഫിയകളുടെ, അതായത് കഠിന തീവ്രവാദികളായിട്ടുള്ള ഷിയാ വിഭാഗമായിട്ടുള്ള റവാഫിളുകളുടെ ഹദീസാകുന്നു. വഹുവ മൗലൂഉൻ മക്ദൂബുൻ ലാ അസ്ല ലഹു, ഇത് മനുഷ്യൻ കളവ് കെട്ടി ഉണ്ടാക്കിയതാകുന്നു, ഇത് കള്ളമാകുന്നു, ഇത് അടിസ്ഥാനമില്ലാത്തതാകുന്നു. മറിച്ച് എന്താ സഹിഹായ ഹദീസിൽ വന്നിട്ടുള്ളത് എന്താ, അത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പോയി. ഹദ്ദസനാ അലിയുൻ അന്ന ഫാത്തിമത അലൈഹസ്സലാം ശകത് മാ തൽകാ മിൻ അസരിർ റഹാ ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, നബിയുടെ അടുത്തേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ പോയി. അവരുടെ കയ്യിൽ ഈ അധ്വാനിച്ചതിൻ്റെ പാടുകളുണ്ടായിരുന്നു. അപ്പോൾ നബിയെ കണ്ടില്ല. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് നബി വന്നപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ അന്വേഷിച്ചു പോയി. ഫാത്തിമയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ ഉറങ്ങാനിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, അലാ
ഉഅല്ലിമുകുമാ ഖൈറം മിമ്മാ സഅൽതുമാനി, നിങ്ങൾ എന്നോട് ചോദിച്ചതിനേക്കാൾ ഉത്തമമായത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ. ഇദാ അഖത്തുമാ മലാജിഅകുമാ തുകബ്ബിറാ അർബഅൻ വസലാസീന, നിങ്ങൾ കിടക്കാനുള്ള വിരിപ്പിലേക്ക് പോയാൽ 34 പ്രാവശ്യം, അർബഅൻ വസലാസീന 34 പ്രാവശ്യം തക്ബീർ ചൊല്ലണം. വതുസബ്ബിഹ സലാസൻ വസലാസീന 33 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം. വതഹ്മദ സലാസൻ വസലാസീന 33 പ്രാവശ്യം അൽഹംദുലില്ലാ പറയണം. ഫഹുവ ഖൈറുൽ ലകുമാ മിൻ ഖാദിമിൻ, അതാണ് സേവകൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനേക്കാൾ ഉത്തമം. ഇതാണ് സഹിഹായ ഹദീസിൽ വന്നിട്ടുള്ളത്. മറിച്ച് മുസ്ലിയാർ പറയുന്നതും സഹിഹായ ഹദീസിൽ വന്നതല്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പ്രിയമുള്ളവരെ, അടുക്കളയിലെങ്ങാനും ആ ഒരു സ്ത്രീയുടെ വിയർപ്പ് വീണ് കഴിഞ്ഞാൽ ലാ തമസ്സുഹന്നാർ, നരകം അവളെ സ്പർശിക്കുകയില്ല എന്ന്, അവൾ ഒരിക്കലും നരകത്തിൽ പോകുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ശരിയല്ല കൂട്ടരെ, അതൊന്നും സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ല. അതൊക്കെ കള്ള ഹദീസുകളാകുന്നത് കൊണ്ട് അതുപോലെ തന്നെ മുല കൊടുക്കുന്ന സ്ത്രീയെ സംബന്ധിച്ച് പറയുന്നു, മുല കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം 1000 ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ മുസ്ലിയാർ ഓരോന്നും തള്ളിവിടുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊന്നും തന്നെ സഹിഹായ ഹദീസിൽ വന്നിട്ടില്ല. തീർച്ചയായും ഒരു ഉമ്മ അവൾ 2 വർഷം, പൂർണ്ണമായ 2 വർഷം കുഞ്ഞിന് മുലയൂട്ടേണ്ടതുണ്ട്. അത് കുഞ്ഞിൻ്റെ രക്ഷിതാക്കളുടെ ബാധ്യതയാണ്, അവരുടെ കർത്തവ്യമാണ്. പക്ഷേ അതിന് 1000 ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടുമെന്ന് ഉസ്താദ് പറയുന്നതിന് സ്വഹീഹായ തെളിവില്ല, ഒരു കിതാബിലുമില്ല. ഇമാം ബുഖാരിയുടെ സഹീഹിലോ, ഇമാം മുസ്ലിമിൻ്റെ കിതാബിലോ, ഇമാം തുർമുദിയുടെ സുനനിലോ, ഇമാം നസായിയുടെ ഗ്രന്ഥത്തിലോ ഒന്നും തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ ഇവിടെ പറയേണ്ടതുണ്ട്. അതെന്താണെന്നറിയുമോ പ്രിയമുള്ളവരെ? വെള്ളിയാഴ്ച ജുമഅക്ക് പോകുമ്പോൾ മാത്രം ഖബർ സന്ദർശിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതായത് ഖബർ സന്ദർശിക്കാൻ എല്ലാ സന്ദർഭത്തിലും ഒരു ദിവസം, ഒരു സമയം മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളത് ശരിയല്ല. വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങൾ, അങ്ങനെയായിരിക്കണം വിശ്വാസികൾ ചെയ്യേണ്ടത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ടൊരു ദിവസമോ ഒരു സമയമോ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളും അങ്ങനെ നിശ്ചയിക്കാൻ വേണ്ടി പാടില്ല. ഖബർ സിയാറത്തിന് പോയിട്ട് ആ ഖബറിൽ കിടക്കുന്ന തൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആ ഖബറാളികൾക്ക് വേണ്ടി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം, അവരുടെ പാപങ്ങൾ പൊറുക്കാൻ, അവരുടെ ഖബർ വിശാലമാകാൻ, അവരുടെ ആഖിറത്ത് വിജയിക്കാൻ. അതിനാണ് നമ്മൾ അവരോട് പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ അവരോട് വർത്തമാനം പറയുകയല്ല. അവരോട് വർത്തമാനം പറഞ്ഞാൽ അത് കേൾക്കുകയില്ല. ജനങ്ങളെ ഹരം കൊള്ളിപ്പിക്കാം എന്നല്ലാതെ ഇത്തരം സംസാരം കൊണ്ട് യാതൊരു നേട്ടവുമില്ല എന്നാ പറയാനുള്ളത്. അതുകൊണ്ട് കള്ള ഹദീസുകൾ പറയാതെ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് പണ്ഡിതന്മാരുടെ കടമ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ ദീനിലില്ലാത്തൊരു കാര്യം ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ ഖുർആനും സഹിഹായ തിരുസുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ സന്തോഷത്തിൽ കഴിയണം. അതിനുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ അള്ളാഹിൻ്റെ ഹബീബായ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സ്വഹീഹായ കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇതുപോലെയുള്ള കള്ളക്കഥകളല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.